ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതും എഗ് ബീറ്ററൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇത് മിക്സിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കാരമൽ റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാരൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയും ഇതിൽ ഡാർക്ക് ആക്കരുത് കേട്ടോ, അന്നേരം പിന്നെ ഇതിൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ചിട്ട് വേഗം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ആക്കുന്ന ആൾക്കാരെല്ലാണെങ്കിൽ കുറച്ച് ദൂരത്തു നിന്ന് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറപ്പ് നമ്മളെ കയ്യിലും മുഖത്തൊക്കെ തെറിച്ചിട്ട് കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് അത് ശ്രദ്ധിക്കട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കട്ട പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ ആ ഒരു കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറി, കാഷ്യൂനട്ട്, കറുത്ത മുന്തിരി, കിസ്മിസ്. അപ്പോൾ ഇവിടെ കിസ്മിസൊക്കെ ഞാൻ കുറച്ചെടുത്തെന്ന് വെച്ചാൽ കുട്ടികളൊന്നും അധികം കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്കിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സിറപ്പിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് ആഡ് ചെയ്യാണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു കുതിർന്ന മാതിരി നമുക്ക് തോന്നും, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് തണ്ണി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ള് ഉപ്പ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നനവൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയ ജാറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 1/4 കപ്പ് എടുത്തത് പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ കുറച്ചധികം കാണും കേട്ടോ. അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ 1 കപ്പ് തന്നെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കാരമലിൻ്റെ മിക്സാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മുട്ടയും കാരമലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ടാവും. ആ ഒരു കാരമലിൻ്റെ കളറായിട്ടായിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ ഒരു പൊടി ഐറ്റംസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കാണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇവിടെ ഇതാ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം കേക്ക് ടിന്ന് നമ്മളൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ അധികം തിക്കാവാനും പാടില്ല, ലൂസാവാത്ത രീതിയിലും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് നട്ട്സൊക്കെ ഇട്ടുകൊണ്ട് ഇത് കുറച്ചൊന്ന് ബേക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്കിതാ ഇതിൻ്റെ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കേക്ക് ഓവനിലല്ല ചെയ്യുന്നത്, ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കേക്ക് ടീന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഗ്ലാസിൻ്റെ ടോപ്പെല്ലാണെങ്കിൽ നമുക്കിതിലേക്ക് ഇതുപോലെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒന്ന് അത് അടച്ചു വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലൊന്നല്ല ഇടേണ്ടത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുറച്ച് ടൈം എടുക്കും. എന്നാലും നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലെ ഡെക്കറേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടി ബേക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈ ഡെക്കറേഷൻ്റെ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിൽക്കില്ല കേട്ടോ, ഇത് ഇങ്ങനെ താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ ഡെക്കറേഷൻ്റെ മുന്തിരിയും കാഷ്നട്ടും ചെറിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി കഴിഞ്ഞാൽ ഒട്ടുന്നില്ലെങ്കിൽ ബേക്കായി നന്നായിട്ട് അർത്ഥം. ഇനി ഞാൻ ഇതൊന്ന് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടണമെന്നില്ല കേട്ടോ. ഇത് ചൂട് പോയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണിത്. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ നിന്ന് 3 മുട്ട വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്